സോ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് എപ്പോഴാണ് നമ്മുടെ ട്രേഡിംഗ് വീഡിയോസ് റീസ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. ആൻഡ് ഓണസ്റ്റ്ലി ഞാൻ പ്ലാൻ ചെയ്തതിനേക്കാളും ഒരുപാട് ഡിലേ ആയിട്ടുണ്ട്. പക്ഷേ നമ്മളിതാ തുടങ്ങാൻ പോകുന്നു. നമ്മൾ പ്രോപ്പറായിട്ട് ഇത്തവണ ചെയ്യാൻ പോകുന്നു. ഈ സീരീസ് വീണ്ടും ഞാൻ കിക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് 3 വീഡിയോ അതിന് മുമ്പ് ചെയ്യണം. ഒന്നാമത്തെ വീഡിയോ ഇതാണ്, ടൈപ്സ് ഓഫ് ട്രേഡിംഗ്. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് കൃത്യമായിട്ട് അറിയുകയും ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ ഈ എൻറ്റയർ സീരീസ് നിങ്ങൾക്ക് യൂസ്ലെസ് ആയി മാറും. ശരിക്കും പറഞ്ഞാൽ ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വീഡിയോ. പിന്നെ രണ്ടാമത്തെ വീഡിയോ, നമ്മൾ ആദ്യത്തെ സീരീസിൽ ഒരിക്കൽ പോലും AI പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. AI വെച്ചിട്ട് ഒരു കംപ്ലീറ്റ് ട്രേഡിംഗ് സ്ട്രാറ്റജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് സ്ക്രാച്ചിൽ നിന്ന് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ A to Z ഒരു വീഡിയോയിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും രണ്ടാമത്തത്. അതിനുശേഷം AI ആയിട്ട് ബേസ് ചെയ്തിട്ട് സ്റ്റോക്ക് പിക്ക് ചെയ്യുന്ന എങ്ങനെയാണ്, മ്യൂച്വൽ ഫണ്ട്സ് തുടങ്ങിയ വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ ട്രേഡിംഗുമായിട്ട് ബന്ധപ്പെട്ടതല്ല. മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചില പ്ലാറ്റ്ഫോംസിന്റെ വോക്ക് ത്രൂ ആണ്. നമ്മൾ ഈ സീരീസിൽ പല സ്ഥലത്തായിട്ട് ഉപയോഗിക്കുന്ന ചില ടൂൾസിന്റെ ഒക്കെ വോക്ക് ത്രൂ. ഈ 3 വീഡിയോയും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സീരീസ് പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10 ടൈംസ് റിസൾട്ട് ആയിരിക്കും അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. സോ വളരെ പേഷ്യൻസോടുകൂടി ഈ സീരീസ് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയപ്പോൾ അതിനുവേണ്ടി കമന്റിൽ വന്ന് ചോദിച്ചവർക്കും ഇതിനുവേണ്ടി ഇത്രയും നാൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്ത ആളുകൾക്കും ഞാൻ ആദ്യം തന്നെ ഒരു നന്ദി പറയുന്നു. സോ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ 2 ആളുകളെ ഒന്ന് ഇമാജിൻ ചെയ്യാം. സെയിം ഏജ് ആണ്, സെയിം സേവിങ്സ് ആണ്. രണ്ടുപേരും ഒരേ തരത്തിലുള്ള യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണുന്നു ട്രേഡിങ്ങിനെ പറ്റി. രണ്ടുപേരും ട്രേഡിംഗ് ചെയ്യാനായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നു. സെയിം ഡേ ആണ് എന്ന് തന്നെ കരുതിക്കോളൂ. 6 മാസത്തിന് ശേഷം ഒരാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 50,000 രൂപ 1.8 lakhs ആക്കി മാറ്റുന്നു. മറ്റേയാൾ എന്താണ് ചെയ്തത്? തൻ്റെ കയ്യിലുണ്ടായിരുന്ന 50,000 രൂപ 40,000 രൂപയിൽ നഷ്ടപ്പെട്ട് ആ ആപ്പ് തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അവിടെ ജയിച്ച ആൾ മറ്റേ ആളെക്കാൾ കൂടുതൽ സ്മാർട്ട് ആയതുകൊണ്ടല്ല, അതല്ലെങ്കിൽ മറ്റൊരു ബെറ്റർ ആയിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടായിരുന്നുകൊണ്ടല്ല, ബെറ്റർ സ്റ്റോക്ക് പിക്ക് ചെയ്തുകൊണ്ടല്ല. ഒരു മേജർ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ചൂസ് ചെയ്തത് റൈറ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ടൈപ്പാണ്, അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈലിന് കൃത്യമായിട്ട് ചേരുന്നത്. നമ്മൾ അതാണ് ഇന്ന് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ തെറ്റായിട്ടുള്ള ട്രേഡിംഗ് ടൈപ്പാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ ഒരിക്കലും നമ്മൾ ട്രേഡിംഗ് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല. ഡെഫിനറ്റ് ആയിട്ടും ഈ ഒരു കാര്യം നിങ്ങളുടെ ചിന്താഗതിയെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റും. കാരണം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഒരുപാട് കൂടുതൽ ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ ഈ ഒരു സംഭവം ഇത് കൃത്യമായിട്ട് ചൂസ് ചെയ്യുന്നതോടുകൂടി ഉണ്ടാവും. നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 4 തരത്തിലുള്ള ട്രേഡിംഗ് ആണുള്ളത്. ഒന്നാമത് സ്കാൽപ്പിംഗ്, രണ്ടാമത് ഇൻട്രാഡേ, പിന്നെ സ്വിംഗ്, അവസാനമായിട്ട് പൊസിഷൻ ട്രേഡിംഗ്. ഓരോന്നും മറ്റൊന്നുമായിട്ട് നോക്കിയാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. വ്യത്യസ്തമായ ലോകമാണ്, ഡിഫറെൻറ്റ് ടൈം കമ്മിറ്റ്മെൻ്റ് ആണ്, ഡിഫറെൻറ്റ് സ്ട്രെസ്സാണ്, ഡിഫറെൻറ്റ് സ്കിൽ സെറ്റാണ് നമുക്ക് വേണ്ടത്. സെബിയുടെ തന്നെ ഡേറ്റ പറയുന്നത് 91% FNO ട്രേഡേഴ്സും പണം നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. 91%. വലിയൊരു ശതമാനം ആളുകൾക്കും ട്രേഡിങ്ങിൽ നിന്നും പണം നഷ്ടമാവുന്നത് അവർക്കൊട്ടും ചേരാത്ത ഒരു ട്രേഡിംഗ് സ്റ്റൈൽ അല്ലെങ്കിൽ ട്രേഡിംഗ് ലൈഫ് സ്റ്റൈൽ അവരെടുക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 4 തരത്തിലുള്ള ട്രേഡിംഗ് ഉണ്ട്: സ്കാൽപ്പിംഗ്, ഇൻട്രാഡേ, സ്വിംഗ് ആൻഡ് പൊസിഷൻ ട്രേഡിംഗ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു 9 to 6 ജോബ് ഉണ്ട്, അദ്ദേഹത്തിന് 2 കുട്ടികളുണ്ട്. അദ്ദേഹം സ്കാൽപ്പിംഗ് പോലൊരു കാര്യം ഒരിക്കലും ചെയ്യാൻ പാടില്ല. അദ്ദേഹത്തിന് മീറ്റിംഗിൻ്റെ ഇടയിൽ ഫോൺ ഒന്നും എടുത്ത് നോക്കാൻ സാധിക്കില്ല. പക്ഷേ അദ്ദേഹം ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോൾ ഒരാൾ ഡെയിലി സ്കാൽപ്പിംഗ് ചെയ്ത് 10,000 രൂപ ഉണ്ടാക്കുന്നുണ്ട്, 10 മിനിറ്റ് കൊണ്ട്. അദ്ദേഹം വിചാരിക്കുന്നു അതാണ് അദ്ദേഹത്തിന് ഏറ്റവും ചേരുന്ന പാത്ത് എന്ന്. പക്ഷേ അതല്ല അദ്ദേഹത്തിന് ഒരിക്കലും ചേരുന്ന പാത്ത്, അതൊരു ട്രാപ്പാണ്. സോ നമുക്ക് ഓരോന്നും കൃത്യമായിട്ട് എടുത്ത് നോക്കി ഏതാണ് ഓണസ്റ്റ് ആയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ചേരുന്നതെന്ന് നോക്കാം. നമുക്ക് ഏതാണ് കൂടുതൽ എക്സൈറ്റിംഗ് എന്ന് തോന്നുന്നതല്ല, ശരിക്കും നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ലൈഫ് സ്റ്റൈലിനും ചേരുന്ന ഏതാണെന്ന് നോക്കാം. അപ്പോൾ ടൈപ്പ് 1 സ്വിംഗ് ട്രേഡിംഗ്. ഇത് തന്നെ ആദ്യം പറഞ്ഞു തുടങ്ങാനുള്ള കാരണം മിക്ക ആളുകളും, വലിയൊരു ഭൂരിപക്ഷം ആളുകളും ബിലോങ് ചെയ്യുന്നത് ഇവിടെയാണ്. അതൊരു ഗുഡ് ന്യൂസ് ആണ്. സ്വിംഗ് ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രേഡ് നമ്മൾ 2 ദിവസമോ അതല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളോ ഹോൾഡ് ചെയ്തേക്കാം. നിങ്ങൾ എല്ലാ ദിവസവും സ്ക്രീനിന്റെ മുന്നിൽ ഓരോ മിനിറ്റും വാച്ച് ചെയ്തിരിക്കേണ്ടതായിട്ട് വരുന്നില്ല. ആഫ്റ്റർ മാർക്കറ്റ് അവേഴ്സിൽ നിങ്ങൾ സ്ക്രീനിന്റെ മുന്നിൽ കുത്തിയിരുന്ന് മാർക്കറ്റിനെ ഒരുപാട് അനലൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. നിങ്ങൾ കൃത്യമായിട്ടൊരു ട്രേഡ് പ്ലേസ് ചെയ്യുക, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക, അത് റണ്ണ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. 1-2 തവണ സമയം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് ഒന്ന് വാച്ച് ചെയ്യാം. ആൻഡ് ഇത് ആർക്കാണ് ചേരുന്നത്? റെഗുലറായിട്ട് ഡെയിലി 9 to 5 ജോബ് ചെയ്യുന്ന ഒരാൾക്ക്, അതല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന്, അതല്ലെങ്കിൽ ജെന്യൂനായിട്ട് ഒരു സ്ക്രീനിൻ്റെ മുന്നിൽ കൃത്യമായിട്ട് വന്നിരിക്കാൻ സാധിക്കാത്ത ഒരാൾക്ക്, ഒരു 9:15 തൊട്ട് 3:30 വരെ കൃത്യമായിട്ട് വന്നിരിക്കാൻ സാധിക്കാത്ത ഒരാൾ, നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിൽ വന്ന് കൃത്യമായിട്ട് എല്ലാ ദിവസവും ഒരു 30 മിനിറ്റോ 60 മിനിറ്റോ നിങ്ങൾക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് റിസർച്ച് ചെയ്ത് സ്വിംഗ് ട്രേഡിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ചെയ്യാം. ആ ട്രേഡിന് വേണ്ടിയിട്ടുള്ള ലെയിൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു ക്യാച്ച് എന്താണ്? നിങ്ങൾക്ക് പേഷ്യൻസ് വേണം. ഒരു ട്രേഡ് ചിലപ്പോൾ മാക്സിമം ഒരു 2 ആഴ്ച വരെയൊക്കെ പോയേക്കാം അത് കംപ്ലീറ്റ് ആയിട്ട് പ്ലേ ഔട്ട് ചെയ്യാം. മിക്ക ആളുകളും നേരത്തെ തന്നെ എക്സിറ്റ് ചെയ്യും. അവർ ആ ഒരു മൂവ് മിസ് ചെയ്യും. അവരെന്നിട്ട് അവരുടെ സ്ട്രാറ്റജിയെ ബ്ലെയിം ചെയ്യും. സ്ട്രാറ്റജി എല്ലാം കൃത്യമായിരുന്നു, നമ്മുടെ പേഷ്യൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രോബ്ലം. സോ നിങ്ങൾ ഇങ്ങനെ എല്ലാ ദിവസവും കൃത്യമായിട്ട് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന സമയം തന്നെ സ്ക്രീനിന്റെ മുന്നിൽ ഇരിക്കാൻ പറ്റാത്ത ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിംഗ് കൺസിഡർ ചെയ്യാം. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഇൻട്രാ ഡേ ട്രേഡിംഗ്. ബിഗിനേഴ്സും
ട്രേഡിംഗിലേക്ക് ആദ്യമായിട്ട് വരുന്ന മിക്ക ആളുകളും അട്രാക്റ്റഡ് ആവുന്ന ഏറ്റവും വലിയ ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണ് ഇൻട്രാഡേ ട്രേഡിംഗ്. സെയിം ടൈം ഏറ്റവും കൂടുതൽ ആളുകളുടെ പണം ബേൺ ചെയ്ത് കളഞ്ഞിട്ടുള്ളതും ഇൻട്രാഡേ ട്രേഡിംഗ് ആയിരിക്കാം. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ ട്രേഡ് നമ്മൾ ഒരു ദിവസം തന്നെ ഓപ്പൺ ചെയ്യും, അന്ന് തന്നെ അത് ക്ലോസ് ചെയ്യും. 3 മണിക്ക് മുമ്പ് എല്ലാ കാര്യങ്ങളും നമ്മൾ സ്ക്വയർ ഓഫ് ചെയ്യും. ഇവിടെ ഓവർനൈറ്റ് റിസ്ക് വരുന്നില്ല. രാവിലെ ട്രേഡ് ചെയ്യാനായിട്ട് വരുന്നു, ഈവനിങ് ആകുമ്പോൾ എല്ലാം തീർത്ത് നിങ്ങൾ വോക്ക് അവേ ചെയ്യുന്നു. ചിലപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ലോസ് ആയിരിക്കാം. എല്ലാ ദിവസവും രാവിലെ ഒരു ക്ലീൻ സ്ലേറ്റിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒബ്വിയസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പോസിറ്റീവ് എന്താണ്? റിസൾട്ട് വളരെ ഫാസ്റ്റ് ആണ്. എല്ലാ ദിവസവും ഫ്രഷ് ആയിട്ടൊരു സ്റ്റാർട്ടാണ്. പക്ഷേ റീൽസുകളും വീഡിയോസും നമുക്ക് പറഞ്ഞു തരാത്തൊരു കാര്യമുണ്ട്, എല്ലാ ദിവസവും പ്രോഫിറ്റ് ആയിരിക്കില്ല എന്നുള്ള കാര്യം. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ഫുൾ ടൈം ജോബ് പോലെ തന്നെയാണ്. കൃത്യമായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്യാൻ പഠിക്കണം. രാവിലെ 9:15 മുമ്പ് തന്നെ നമ്മൾ റെഡി ആയിരിക്കണം. പ്രൈസ് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മീറ്റിംഗിലാണെങ്കിൽ ട്രേഡ് നമുക്കെതിരായിട്ടാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അത് ഞാൻ പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് വെച്ചിരിക്കാൻ പറ്റില്ല. ലേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ലേറ്റ് ആണ് ഫോർ ഇൻട്രാഡേ ട്രേഡിംഗ്. സോ ഇത് ആർക്ക് ചേരുന്നതാണ്? നല്ല പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കണം എങ്കിൽ ഡെയിലി ഒരു 4 to 5 hours എങ്കിലും നല്ലപോലെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. അതേപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് വരുന്ന സ്കിൽ എന്ന് പറയുന്നത് നല്ലപോലെ സമയം സ്പെൻഡ് ചെയ്ത് ആ ബേസിക്സും റിസ്ക് മാനേജ്മെന്റും ചാർട്ട് റീഡ് ചെയ്യുന്നതും റിവെഞ്ച് മോഡിലേക്ക് പോകാതെ പ്രോപ്പറായിട്ട് ഒരു ലോസിനെ അക്സെപ്റ്റ് ചെയ്യുന്നതും സൈക്കോളജിയും ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതിലേതെങ്കിലും ഒരെണ്ണമെങ്കിലും നമുക്കില്ല എങ്കിൽ പോലും ഈ ഇൻട്രാഡേ എന്ന് പറയുന്ന ട്രേഡിംഗ് ടൈപ്പ് നമ്മുടെ ക്യാപിറ്റൽ പതിയെ തിന്ന് തീർക്കും. അവിടെ നിന്ന് നമുക്കൊന്നും കിട്ടാനും പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഞാൻ വളരെ നെഗറ്റീവായിട്ടാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. അതിന്റെ കാരണം മിക്ക സ്ഥലത്തും നമ്മൾ ഇതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രം കേൾക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഇനി ടൈപ്പ് 3 പൊസിഷൻ ട്രേഡിംഗ്. ഈ കൂട്ടത്തിൽ ഏറ്റവും സമാധാനപരമായിട്ടുള്ള ട്രേഡിംഗ് ഇതാണ് എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഓണസ്റ്റ്ലി ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളതും ഇത് തന്നെയാണ്. പൊസിഷൻ ട്രേഡ് ചെയ്യുന്ന ആളുകൾ അവരുടെ ട്രേഡ് ചിലപ്പോൾ വീക്സിലേക്കോ കുറച്ച് മാസങ്ങളിലേക്കോ ചിലപ്പോൾ ഹോൾഡ് ചെയ്തേക്കാം. അവർ മാർക്കറ്റിന്റെ തന്നെ ഒരു ബിഗ് പിക്ചറിലേക്കാണ് നോക്കുന്നത്. ഒരു സെക്ടറിന്റെ ട്രെൻഡോ ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസോ ഒക്കെ ഇവർ മനസ്സിലാക്കും. അതിനോടൊപ്പം മാക്രോ മൂവ്മെന്റ്സും പഠിച്ചിരിക്കണം, അതല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ഓരോ ദിവസവും ഉണ്ടാവുന്ന ചെറിയ നോയ്സ് ഒന്നും അവരെ ഷേക്ക് ചെയ്യില്ല. മാർക്കറ്റ് ഒരു 2% ഏതെങ്കിലും ഒരു റാൻഡം വെൻസ്ഡേ താണുപോയി എന്ന് പറഞ്ഞാൽ ഇവർ ഒരിക്കലും പാനിക് ആവേണ്ട ആവശ്യമില്ല. കാരണം ഈ തരത്തിലുള്ള മൂവ്മെന്റ്സ് ഒക്കെ അക്കൗണ്ട് ചെയ്തിട്ട് തന്നെയാണ് അവർ ട്രേഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഇനി ഈ തരത്തിലുള്ള ട്രേഡ് ആർക്കാണ് ചെയ്യുന്നത്? ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾ, ക്വിക്ക് ആയിട്ടുള്ള റിട്ടേൺസ് വേണം എന്ന് ആഗ്രഹിക്കാത്തവർ, ആൻഡ് അവരെടുത്ത ഓരോ ട്രേഡും നല്ലപോലെ ബ്രീത്തിങ് ടൈം എടുത്ത് അവർക്ക് റിസൾട്ട് കൊണ്ടുതരുന്ന തരത്തിലുള്ള പേഷ്യൻസ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ റീഡ് ദ ബിസിനസ്, അണ്ടർസ്റ്റാൻഡ് ദ സെക്ടർ ടൈപ്പ് ഓഫ് ആളാണ് എങ്കിൽ ഇതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ചേരുന്ന നിങ്ങളുടെ ട്രേഡിങ്ങിന്റെ വീട്. ഇനി ടൈപ്പ് 4 സ്കാൽപ്പിംഗ്. ഫൈനലി ഏറ്റവും കൂടുതൽ ആളുകൾ എക്സൈറ്റഡ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രേഡിംഗ് ആണിത്. ആൻഡ് സത്യം പറഞ്ഞാൽ ഇതാണ് ഏറ്റവും കൂടുതൽ സ്കില്ല് ഡിമാൻഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രേഡിംഗ്. ഇതിന്റെ ഗ്ലാമറിൽ പലപ്പോഴും നമ്മളൊക്കെ വീണ് പോയേക്കാം. ഇനി സ്കാൽപ്പിംഗ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്രേഡ് സെക്കൻഡുകളത്തേക്കോ മിനിറ്റുകളത്തേക്കോ മാത്രം ഹോൾഡ് ചെയ്യുന്നതാണ്. ഒരു ടൈനി പ്രൈസ് മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹണ്ട് ചെയ്യുന്നത്. വീണ്ടും വീണ്ടും ആ ടൈനി പ്രൈസ് മൂവ്മെന്റിന് വേണ്ടി നമ്മൾ ഹണ്ട് ചെയ്യുന്നു. ചിലപ്പോൾ 20-30 ട്രേഡ് ഒരു ദിവസം എടുത്തെന്ന് വരാം. ഒരു വളരെ സ്മോൾ മൂവ് മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വീണ്ടും ട്രേഡ് എടുക്കുന്ന സമയത്ത് ഓരോ ട്രേഡിലും കിട്ടുന്ന പ്രോഫിറ്റ് ചെറുതാണ് എങ്കിലും നമ്മുടെ വിൻ റേറ്റ് അത്യാവശ്യം മോശമില്ലാതെ നല്ലതാണ് എങ്കിൽ ലോസസ് ഒക്കെ ടൈറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ചെറിയ മൂവ് പോലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അത് ആഡപ്പ് ചെയ്ത് മോശമില്ലാത്തൊരു പ്രോഫിറ്റ് ഡെയിലി ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഇതാണ് സ്കാൽപ്പിംഗ് എന്ന് പറയുന്നത്. സ്കാൽപ്പിംഗിലേക്ക് ബിഗിനർ ആയിട്ട് വരുന്ന ആളുകൾ പലപ്പോഴും തിരിച്ചറിയാത്തൊരു കാര്യമുണ്ട്. സ്ട്രാറ്റജി മാത്രമല്ല ഇവരുടെ ഹാർഡസ്റ്റ് ആയിട്ട് വരുന്ന ഭാഗം. ഇത് ചെയ്യാനെടുക്കുന്ന ആ ഒരു എക്സിക്യൂഷന്റെ ആ ഒരു സ്കില്ലും കൂടെ അത്യാവശ്യമാണ്. സ്കാൽപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 3 സെക്കൻഡോ 5 സെക്കൻഡോ ഒക്കെ ആയിരിക്കും ട്രേഡിംഗ് വിൻഡോ ഓപ്പൺ ആയിട്ട് കിട്ടുന്നത്. ആ ഒരു മൊമെന്റിൽ തന്നെ എൻ്റർ ചെയ്യണം. 3 സെക്കൻഡിന് പകരം അതല്ലെങ്കിൽ ഒരു 4 സെക്കൻഡിന് പകരം നിങ്ങൾ 6 സെക്കൻഡാണ് എടുക്കുന്നത് എങ്കിൽ നിങ്ങൾ 1-2 സ്റ്റെപ്പ് ബിഹൈൻഡ് ആയി പോകും. അപ്പോൾ ജെന്യുവൻലി ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ നമുക്ക് റൈറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയും റൈറ്റ് ആയിട്ടുള്ള ടൂളും ആവശ്യമാണ്. എനിക്കറിയാം, ഞാൻ പലപ്പോഴായിട്ട് എൻ്റെ ട്രേഡിംഗ് വീഡിയോസിൽ പല ടൂൾസുകൾ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്, പല പ്ലാറ്റ്ഫോംസും കാണിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരികയാണ് എന്ന് എനിക്ക് തോന്നിയാൽ അത് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ആദ്യം തന്നെ പറയുന്നു, ഇവിടെ ഒരു പ്രഷറും ഇല്ല. നിങ്ങൾക്ക് ഈ കാര്യം ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സമയമെടുത്ത് മനസ്സിലാക്കി ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്ന ടൂൾ ഒന്ന് കയറി നോക്കുക. നിങ്ങൾക്കിത് കംഫർട്ടബിൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അവിടെ ഒരു അക്കൗണ്ട് എടുക്കാൻ ശ്രമിക്കുക. അവിടെ ഒരു പ്രഷറും ഇല്ല എന്ന് ഞാൻ വീണ്ടും പറയും. നിങ്ങളിപ്പോൾ കാണുന്നതാണ് CAPMINT. ഇതൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ട്രേഡിംഗ് ആപ്പാണ്. ആക്റ്റീവ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് വേണ്ടിയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ സ്കാൽപ്പർ മോഡ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ തന്നെയുണ്ട്. ഇവിടുത്തെ ഐഡിയ വളരെ സിമ്പിളാണ്. നമ്മൾ 4-5 ആപ്പുകളിലേക്ക് ജമ്പ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് പകരം എല്ലാം നമുക്ക് ഒരു സ്ക്രീനിൽ തന്നെ കിട്ടുന്നു. നമ്മുടെ ചാർട്ട്സ് എല്ലാം റൈറ്റ് നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. നമ്മുടെ ബൈ ബട്ടൺ എല്ലാം അവിടെ തന്നെ
തന്നെയുണ്ട്. നമ്മുടെ ഓപ്പൺ പൊസിഷൻ എല്ലാം കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരൊറ്റ ടാപ്പിൽ തന്നെ നമുക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാം. നമ്മൾ പല ആപ്പുകളിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല, ഫംബിൾ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല, ഡിലേ ഒന്നും അവിടെ വരുന്നില്ല. അവർക്ക് ഓട്ടോ SL ആൻഡ് TP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. നമ്മൾ നമ്മുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒരു തവണ സെറ്റ് ചെയ്യുക. അതിനുശേഷം ഓരോ ട്രേഡും ഓട്ടോമാറ്റിക്കലി പ്രൊട്ടക്റ്റഡ് ആണ്. അതായത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന അവിടെ തന്നെ ഇത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോണിലല്ല ചെയ്യാൻ താല്പര്യം, നിങ്ങൾക്ക് വെബ് വെർഷനിലാണ് ചെയ്യാൻ താല്പര്യമെങ്കിൽ സെയിം സെറ്റപ്പ് അവിടെയുണ്ട്. കുറച്ചുകൂടെ ബിഗർ ക്യാൻവാസിൽ നമുക്കിത് ചെയ്യാം. സിമ്പിൾ, ക്ലീൻ, ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇവിടെ ബ്രോക്കറേജ് ആയിട്ട് ഇവർ ചാർജ് ചെയ്യുന്നത് ഓരോ ഓർഡറിന് 15 രൂപയാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാമെങ്കിൽ അവർ പേ ചെയ്യാൻ പോകുന്ന 15 രൂപയിൽ 50% നിങ്ങൾക്കായിരിക്കും റെഫറൽ ബോണസ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്കാൽപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ മൈൻഡിലെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾ നല്ലൊരു ടൂൾ കണ്ടുപിടിക്കുക എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കാം. ആദ്യത്തെ 30 ദിവസം ബ്രോക്കറേജ് 0 ആണ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങളത് വായിച്ച് നോക്കുക, അത് മനസ്സിലാക്കുക. ഇനി ആർക്കാണ് സ്കാൽപ്പിംഗ് നന്നായിട്ട് ചേരുന്നത്? ഓണസ്റ്റ്ലി ബിഗിനേഴ്സിന് ഇത് ചേരില്ല. സ്കാൽപ്പിങ്ങിന് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ്, ഇമോഷണൽ കൺട്രോൾ, ലോസ് എടുക്കാനുള്ള ആ ഒരു എബിലിറ്റി, ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ റിവെഞ്ച് ട്രേഡിംഗ് ചെയ്യാതെ സമാധാനമായിട്ട് ഇമ്മീഡിയറ്റ്ലി മൂവ് ഓൺ ചെയ്യാനുള്ള ആ ഒരു കഴിവ്, അതിനോടൊപ്പം റൈറ്റ് ആയിട്ടുള്ള ടൂൾസും, പിന്നെ റൈറ്റ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ്. അപ്പോൾ ഇതെല്ലാം ഉള്ള ഒരാൾക്ക് മാത്രമാണ് സ്കാൽപ്പിംഗ് ചെയ്യാൻ പറ്റുന്നത്. ഇതിലേതെങ്കിലും ഒന്ന് മാത്രം, ഈവൻ ടൂള് മാത്രം പോരാ, ഇതെല്ലാം വേണം. സോ നിങ്ങൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മേ ബി സ്വിംഗ് ട്രേഡിൽ നിങ്ങൾക്ക് തുടങ്ങാം. അതിനുശേഷം ഇൻട്രാഡേ ട്രേഡിങ്ങിലോട്ട് പോകാം. നല്ലപോലെ എക്സ്പീരിയൻസ് ബിൽഡ് ചെയ്തതിന് മാത്രം, ആ എക്സ്പീരിയൻസ് നിങ്ങൾ കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് മാത്രം സ്കാൽപ്പിംഗിലേക്ക് പോവുക. അപ്പോൾ നമ്മൾ 4 ടൈപ്പ് പഠിച്ചു. 3 ചോദ്യങ്ങളാണുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഫിഗർ ഔട്ട് ചെയ്യണം ഇതിലേതാണ് ആക്ച്വലി നമുക്ക് ചേരുന്നതെന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഓരോ ദിവസവും കൃത്യമായിട്ടുള്ള എത്ര മണിക്കൂർ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം? കൃത്യമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ലെസ് ദാൻ 1 hour ആണോ? അങ്ങനെയാണെങ്കിൽ സ്വിംഗ് ട്രേഡിങ്ങോ പൊസിഷൻ ട്രേഡിങ്ങോ. 1 to 3 hours പെർ ഡേ ആണോ? അങ്ങനെയാണെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ഗ്രോയിങ് ഇൻ ടു ഇൻട്രാഡേ ട്രേഡിംഗ് ഓവർ ടൈം. 4 മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്യാമോ? അങ്ങനെയാണ് എങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവൻച്വലി സ്കാൽപ്പിംഗിലേക്ക് പോകാം. ഇനി ക്വസ്റ്റ്യൻ 2, നിങ്ങൾ ഒരു ലോസ് സംഭവിച്ചാൽ അതിനെ ഇമോഷണലി എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ട്രേഡിങ്ങേ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്ത് തുടങ്ങുമ്പോൾ ഇതിന് ഉത്തരം കിട്ടിയാലും മനസ്സിലാക്കുക, ഒരു ലോസ് സംഭവിച്ചാൽ നിങ്ങളുടെ ദിവസം കംപ്ലീറ്റ് ആയിട്ട് ആ ഒരൊറ്റ ലോസ് കാരണം പ്രശ്നമാവുന്നുണ്ട് എങ്കിൽ സ്കാൽപ്പിങ്ങും ഇൻട്രാഡേ ട്രേഡിങ്ങും നിങ്ങൾക്കുള്ളതല്ല, തൽക്കാലം നിങ്ങൾക്കുള്ളതല്ല. ഇത് നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ പറയുന്നതല്ല, ഇത് ഒരു സെൽഫ് അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു സെൽഫ് നോളജിൻ്റെയും ഭാഗമാണ്. സ്റ്റാർട്ട് വിത്ത് സ്വിംഗ് ചെയ്ത് തുടങ്ങുക. ആ ഇമോഷണൽ സൈഡിനെ നല്ലതായിട്ട് ട്രെയിൻ ചെയ്യാനും നല്ലതായിട്ട് ശരിയാക്കി എടുക്കാനും ശ്രമിക്കുക. ചാർട്ട്സ് പഠിക്കുക, ചാർട്ട്സ് വായിക്കുക എന്ന് പറയുന്നതാണ് ഈസി പാർട്ട്. സൈക്കോളജിയാണ് ലോസ് ഉണ്ടാക്കുന്നവരെയും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരെയും തമ്മിൽ പ്രോപ്പറായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഫാക്ടർ. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് നിങ്ങളുടെ ആക്ച്വൽ ഗോൾ? ഏതെങ്കിലും ഒരു സ്റ്റൈൽ പിക്ക് ചെയ്യുക. അതിനുശേഷം 3, 4, 5, 6 മാസം അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഓണസ്റ്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അതിനുശേഷം പതിയെ ഇവോൾവ് ചെയ്യുക. ഇതിൽ നിന്ന് ഓരോന്നിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം വരുന്നില്ല. വലിയ കോസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. ഇനി എനിക്ക് തീർച്ചയാണ് ഈ വീഡിയോ കാണുന്ന പല ആളുകളും ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. അതിന്റെ കാരണം നിങ്ങൾക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്ന എന്താണ് അത് ഞാൻ എടുക്കുകയാണ് എന്നങ്ങ് തീരുമാനിക്കുകയാണ്. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ കണ്ടുള്ള വീഡിയോസ് കാണാം, റീൽസ് കാണാം, മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടാവാം. പക്ഷെ ഒരിക്കലും നമ്മൾ അത് കൺസിഡർ ചെയ്യരുത്. നമ്മളുടെ റിയൽ ലൈഫ് സെനാരിയോ വെച്ച് മാത്രം ചൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കെഡ്യൂൾ എന്താണ്, നിങ്ങളുടെ ടൈം എന്താണ്, നിങ്ങളുടെ ഇമോഷണൽ പാറ്റേൺ എന്താണ്, ഇതെല്ലാം മനസ്സിലാക്കി മാത്രം ഒരു തീരുമാനം എടുക്കുക. മാർക്കറ്റ് റിവാർഡ് ചെയ്യാൻ പോകുന്നത് ഡിസിപ്ലിനെയാണ്, നമ്മുടെ ഫാന്റസികളെ അല്ല. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മൾ ഈ സീരീസിലേക്ക് മുന്നോട്ട് പല കാര്യങ്ങളും പഠിച്ചു വരുന്ന സമയത്ത് ഈ 4 കാറ്റഗറിയിൽ പെടുന്ന ആളുകളെയും ഞാൻ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കാം. തുടങ്ങുന്ന സമയത്ത് എല്ലാവർക്കും കോമൺ ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അതിനുശേഷമായിരിക്കും ഈ സെപ്പറേഷൻ വരുന്നത്. അപ്പോൾ അടുത്ത ട്രേഡിംഗ് റിലേറ്റഡ് വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് AI യൂസ് ചെയ്തിട്ട് A to Z ഒരു കംപ്ലീറ്റ് ട്രേഡിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത് എന്നാണ്. എന്താണ് അതിന്റെ ഗുണം, എന്താണ് അതിന്റെ ദോഷം, നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു AI ട്രേഡിംഗ് സ്ട്രാറ്റജിയെ ഇപ്പോൾ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരുപാട് അറിയില്ല എങ്കിൽ പോലും എങ്ങനെയാണ് AI യൂസ് ചെയ്ത് ട്രേഡിംഗ് സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നത് എന്നും അവിടെ നിന്നും ആ സ്ട്രാറ്റജി എടുത്ത് എങ്ങനെ ചാർട്ടിലേക്ക് അപ്ലൈ ചെയ്യുമെന്നും അവിടെ നിന്ന് ആ ചാർട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്ത കാര്യം എങ്ങനെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഇത് വർക്ക് ചെയ്യുമോ എന്നും എല്ലാ കാര്യങ്ങളും ഒരു 2-3 മണിക്കൂർ കൊണ്ട്, ഒരു ദിവസം കൊണ്ട് ഒരു ബിഗിനർ ആണെങ്കിൽ പോലും എങ്ങനെ ചെയ്യുമെന്ന് കൃത്യമായിട്ട് ആ വീഡിയോയിൽ ഞാൻ കാണിക്കാം. ആ വീഡിയോ ഓൾമോസ്റ്റ് റെഡിയാണ്. അത് എത്രയും പെട്ടെന്ന് ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രേഡിംഗിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് എങ്കിൽ ട്രേഡിംഗിന്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ഏകദേശം 12 വീഡിയോസോളം അതിൽ ഇപ്പം തന്നെ ഉണ്ട്. ഓരോന്നായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടുതൽ കോൺഫിഡൻസോടുകൂടി തിരിച്ചു വരിക. എന്താണ് ചെയ്യാൻ പോകുന്നത്, ഏത് ടൈപ്പാണ് ചൂസ് ചെയ്യുന്നത് എന്ന് ചാടി കൺക്ലൂഡ് ചെയ്ത് ഇപ്പം തന്നെ തീരുമാനമൊന്നും എടുക്കേണ്ട. പതിയെ നമുക്കത് തീരുമാനിക്കാം, കൂടുതൽ നമുക്ക് പഠിക്കാം. ആൻഡ് ഇതിനെല്ലാം മുമ്പ് ഞാൻ സ്ഥിരം പറയുന്ന കാര്യം ഒന്നുകൂടെ പറയുന്നു, ട്രേഡിംഗ് വളരെ റിസ്ക്കിയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന പണം എല്ലാം നഷ്ടമാവാനുള്ള ചാൻസസ് ഉള്ള ഒരു പ്ലേസും കൂടിയാണ്. നന്നായി പഠിച്ച് നന്നായി സ്കില്ല് ഡെവലപ്പ് ചെയ്ത് മാത്രം ഇതിലേക്ക് ഇറങ്ങുക. അതിനുള്ള സമയവും പേഷ്യൻസും ഉണ്ടെങ്കിൽ മാത്രം വരിക. അതില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ഥലം നിങ്ങൾക്കുള്ളതല്ല. ആൻഡ് ഓൾസോ ക്യാപ്മിന്റ് ചെക്കൗട്ട് ചെയ്യണമെങ്കിൽ താഴെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചെക്കൗട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഒരു അക്കൗണ്ട് തുടങ്ങാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.